ഓം ചണ്ഡാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനതദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിബിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ സമന്തകവണിയെ പറ്റിയുള്ള കഥയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ഇന്ന് 57-ാമത്തെ അധ്യായത്തിൽ കൃഷ്ണൻ വിവാഹം കഴിച്ച 5 റാണിമാരെ പറ്റിയാണ് ഈ അധ്യായം പ്രതിപാദിക്കുന്നത്. ധൃതരാഷ്ട്രർ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി അനുസരിച്ച് പാണ്ഡവ സഹോദരന്മാർ 5 പേരും അവരുടെ അമ്മയായ കുന്തിയും വസിച്ചിരുന്ന അരക്കില്ലത്തിലുണ്ടായ അഗ്നിബാധയിൽപ്പെട്ട് അവർ 6 പേരും മരിച്ചുപോയി എന്നൊരു വലിയ കിംവദന്തി ഉണ്ടായിരുന്നു. എന്നാൽ 5 സഹോദരന്മാരും ദ്രൗപദിയുടെ വിവാഹാവസരത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പാണ്ഡവരും അവരുടെ അമ്മ കുന്തിയും മരിച്ചിട്ടില്ലെന്നൊരു വാർത്ത പരന്നു. വെറും ഒരു കേട്ടുകേൾവിയായിരുന്നു, എങ്കിലും അത് സത്യമായിരുന്നു. അവർ തലസ്ഥാന നഗരിയായ ഹസ്തിനപുരിയിലേക്ക് മടങ്ങിയെത്തി. ആളുകൾ അവരെ മുഖാമുഖം കാണുകയും ചെയ്തു. ഈ വാർത്ത കൃഷ്ണനും ബലരാമനും അറിഞ്ഞപ്പോൾ അവരെ നേരിട്ട് കാണാൻ കൃഷ്ണൻ ആഗ്രഹിച്ചു. അതിനാൽ ഹസ്തിനാപുരത്തിലേക്ക് പോകാൻ കൃഷ്ണൻ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം സമന്ധ്യമണിയെപ്പറ്റി പറഞ്ഞപ്പോൾ ഇവിടെ സത്രാജിത്തിനെ വധിക്കുന്ന സമയത്ത് കൃഷ്ണൻ ഹസ്തിനാപുരത്തായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അരക്കലത്തിൽപ്പെട്ട പാണ്ഡവർ മരിച്ചു എന്നറിഞ്ഞിട്ട് ആ സങ്കടം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്, സങ്കടാവസ്ഥ വിഷമാവസ്ഥ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ പിന്നീട് എന്നാൽ ഭഗവാൻ അത് കേട്ടുകേൾവി, അത് സത്യമല്ല എന്നുള്ളത് അറിയാമായിരുന്നു. എന്നിട്ടും ഒന്നും സാധാരണ മനുഷ്യരുടെ ദുഃഖം അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയെന്നേ ഉള്ളൂ. എന്തായാലും അവർ മരിച്ചിട്ടില്ല എന്ന് പിന്നീട് അറിഞ്ഞു. അതുകൊണ്ട് തന്നെ വീണ്ടും അവർ ജീവിച്ചിരിപ്പുണ്ട ഹസ്തിനാപുരത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് അറിഞ്ഞപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ബലരാമനും കൃഷ്ണനും കൂടി വീണ്ടും ഹസ്തിനാപുരത്തേക്ക് പോകാൻ തീരുമാനിച്ചു. ഇത്തവണ ഒരു ഗംഭീരമായ മഹാരാജാവിൻ്റെ പ്രൗഢിയോടെ സർവ്വസൈന്യാധിപനായിരിക്കുന്ന യോധനാൽ അനുഗതനായി അനേകം ഭടന്മാരുടെ അകമ്പടിയോടെയാണ് കൃഷ്ണൻ ഹസ്തിനാപുരം സന്ദർശിച്ചത്. വാസ്തവത്തിൽ ആരും ക്ഷണിച്ചിട്ടില്ല അദ്ദേഹം നഗരത്തിലെത്തിയത്. എങ്കിലും ഭക്തവാത്സല്യ നിമിത്തം അദ്ദേഹം പാണ്ഡവരെ കാണാൻ പോയി. മുൻകൂട്ടി അറിയിക്കാതെയാണ് അദ്ദേഹം അവരെ സന്ദർശിച്ചത്. എന്നിട്ടും അദ്ദേഹത്തെ കണ്ട മാത്രയിൽ അവരെല്ലാം ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റു. തികഞ്ഞ കൃഷ്ണ അവബോധത്തോടെ അദ്ദേഹത്തെ കാണുകയോ അദ്ദേഹവുമായിട്ട് നിരന്തര സംഭവത്തിൽ എടുക്കുകയോ ചെയ്യുന്ന നിമിഷത്തിൽ തന്നെ ഒരുവൻ ഭൗതികമായ ഉത്കണ്ഠകളിൽ നിന്നെല്ലാം വിമുക്തനാകുന്നതിനാൽ മുകുന്ദൻ എന്നാണ് കൃഷ്ണൻ അറിയപ്പെട്ടിരുന്നത്. അതുമാത്രമല്ല, അങ്ങനെയുള്ളവർ ആത്മീയ ആനന്ദം കൊണ്ട് അനുഗ്രഹീതരാകുകയും ചെയ്തിരുന്നു. പലതര പ്രതിസന്ധിയിലും പെട്ടിരിക്കുന്നവരെ കൃഷ്ണ നാമം ജപിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഊർജ്ജസ്വലത ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ കൃഷ്ണ നേരിട്ടാണ് വിഷമിച്ചിരിക്കുന്ന പാണ്ഡവരെ കാണാൻ വേണ്ടിയിട്ട് അവിചാരിതമായിട്ട് യാദൃച്ഛികമായിട്ട് എന്ന രീതിയിൽ അവിടെ ചെന്നത്. അപ്പോൾ ഇങ്ങനെ എന്നാ വേണ്ട സൈന്യബലത്തോടു കൂടി തന്നെയാണ് പോകുന്നത്, ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പാണ്ഡവർക്ക് എല്ലാവർക്കും തന്നെ കൃഷ്ണൻ അവിചാരിതമായിട്ട് അവിടെ എത്തിയപ്പം ഇരിപ്പിടങ്ങളിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റു എന്നാണ് പറഞ്ഞത്. അതാണ് ഒരുവൻ ഭൗതികമായ ഉത്കണ്ഠകളിൽ നിന്നെല്ലാം വിമുക്തനാകുന്നതിനാൽ ആണ് ഭഗവാനെ മുകുന്ദൻ എന്ന് പറയുന്നത്. കൃഷ്ണനെ സ്വീകരിച്ചതോടെ പാണ്ഡവർക്ക് ഒരു നവജീവൻ കൈവന്നു. മരണത്തിൽ നിന്നോ അബോധാവസ്ഥയിൽ നിന്നോ ഉണർത്തെഴുന്നേറ്റതുപോലെ അവർക്ക് തോന്നി. ബോധമറ്റ് കിടക്കുന്ന ഒരുവൻ്റെ ഇന്ദ്രിയങ്ങളും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളും ചൈതന്യരഹിതമായിരിക്കും. എന്നാൽ അയാൾ ബോധം വീണ്ടെടുക്കുന്നതോടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമതകളായിത്തീരുന്നു. അതേപോലെ ബോധം വീണ്ടു കിട്ടിയ മട്ടിലാണ് പാണ്ഡവർ കൃഷ്ണനെ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അവർക്ക് ഒരു നവജീവൻ കൈവന്നു എന്ന് സൂചിപ്പിച്ചത്. അവർ ഓരോരുത്തരെയും കൃഷ്ണൻ ആശ്ലേഷിച്ചു. പരമദിവ്യ പുരുഷോത്തമൻ്റെ സ്പർശനത്താൽ തന്നെ പാണ്ഡവർ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും മുക്തരായി. അതിനാൽ ആധ്യാത്മിക ആനന്ദത്തിൽ അവർ മന്ദഹസിച്ചിരുന്നു. കൃഷ്ണൻ്റെ മുഖദർശനം കൊണ്ട് തന്നെ എല്ലാവർക്കും അതീന്ദ്രിയ സംതൃപ്തി കൈവന്നു. ഭഗവാൻ കൃഷ്ണൻ പരമദിവ്യ പുരുഷോത്തനാണെങ്കിലും അദ്ദേഹം ഒരു സാധാരണ മനുഷ്യൻ്റെ ലീലകളോടെ
കൂടിയവനായിരുന്നു. അതിനാൽ പെട്ടെന്ന് യുധിഷ്ഠിരയെയും ഭീമൻ്റെയും പാദങ്ങൾ തൊട്ട് തലയിൽ വെച്ചു. അവർ അദ്ദേഹത്തെക്കാൾ മുതിർന്ന ജ്ഞാതികളായിരുന്നല്ലോ. സമപ്രായത്തിലുള്ള സുഹൃത്തിനെ എന്ന നിലയിൽ അർജുനൻ കൃഷ്ണനെ ആശ്ലേഷിച്ചു. അതേസമയം ഇളയ സഹോദരനായിരിക്കുന്ന നകുലനും സഹദേവനും കൃഷ്ണന്റെ പാദപത്മങ്ങൾ തൊട്ടുവണങ്ങി. പാണ്ഡവരുടെയും കൃഷ്ണന്റെയും സാമൂഹ്യ മര്യാദയ്ക്ക് യോജിച്ച മട്ടിൽ ആശംസകൾ കൈമാറിയ ശേഷം കൃഷ്ണനെ ഒരു ഉയർന്ന പീഠത്തിൽ ഉപവിഷ്ടനാക്കി. അദ്ദേഹം സുഖമായി ആസനസ്ഥനായപ്പോൾ യുവതിയും സുന്ദരിയും സ്വാഭാവികമായിട്ട് സ്ത്രൈണശാലീനതയും തികഞ്ഞ നവോഢയായിരിക്കുന്ന ദ്രൗപദി ഭഗവാന്റെ മുമ്പിലെത്തി സാദര പ്രണാമങ്ങൾ അർപ്പിച്ചു. കൃഷ്ണനോടൊപ്പം ഹസ്തിനാപുരത്തിലെത്തിയ യാദവരെയും ആദരവോടെ സ്വീകരിച്ചു. വിശേഷിച്ചും സത്യാഗിക്കും യോധനും വിശേഷമായ പീഠങ്ങൾ നൽകി. ഇപ്രകാരം എല്ലാവരും ആസനത്തിനായപ്പോൾ പാണ്ഡവ സഹോദരന്മാർ 5 പേരും കൃഷ്ണന്റെ സമീപം അവരുടെ സ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായി. കൃഷ്ണനെ എല്ലാവിധത്തിലും സ്വീകരിച്ചു. എല്ലാവരുമായിട്ട് ഓരോരുത്തരുമായിട്ട് നേരിട്ട് കണ്ട് അവർക്കെല്ലാവരും നവജീവൻ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ഉണ്ടായി എന്ന് പറയുന്നു. 5 പാണ്ഡവ സഹോദരന്മാരെയും കണ്ട ശേഷം കൃഷ്ണൻ പാണ്ഡവ മാതാവായിരിക്കുന്ന കുന്തി ദേവിയെ കാണാൻ പോയി. കുന്തി ദേവി കൃഷ്ണന്റെ പിതൃ സഹോദരിയും കൂടിയാണ്, അതായത് അമ്മാവിയാണ്. അമ്മാവിയെ അഭിവാദ്യം ചെയ്ത ശേഷം കൃഷ്ണൻ അവരുടെ പാദം തൊട്ടു വണങ്ങി. കുന്തി ദേവിയുടെ കണ്ണുകൾ ഈറനായി. അത്യധികമായ സ്നേഹവായ്പോടെ അവൻ ഭഗവാൻ കൃഷ്ണനെ ആശ്ലേഷിച്ചു. തുടർന്ന് തൻ്റെ പിതൃസംബന്ധികളുടെ സഹോദരനായിരിക്കുന്ന വസുദേവർ, അദ്ദേഹത്തിൻ്റെ പത്നി, കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ എന്നിവരുടെ ക്ഷേമത്തെക്കുറിച്ച് അന്വേഷിച്ചു. അതുപോലെ തന്നെ കൃഷ്ണൻ പാണ്ഡവ കുടുംബത്തിൻ്റെ ക്ഷേമകാര്യങ്ങൾ കുന്തിയോട് ചോദിച്ചറിയുകയും ചെയ്തു. കുടുംബപരമായിട്ട് നോക്കുമ്പോൾ കുന്തി ദേവിക്ക് കൃഷ്ണനുമായിട്ട് ബന്ധമുണ്ടെങ്കിലും അദ്ദേഹം പരമ ദിവ്യ പുരുഷോത്തമനാണെന്ന് കണ്ട മാത്രയിൽ തന്നെ അവൾക്ക് മനസ്സിലായി തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്ത് ഉണ്ടായ വിപത്തുകളെക്കുറിച്ച് ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ താനും മക്കളും രക്ഷപ്പെട്ട കാര്യങ്ങളും അവൾ ഓർമ്മിപ്പിച്ചു. ധൃതരാഷ്ട്രം പുത്രന്മാരും ചേർന്ന് ആസൂത്രണം ചെയ്ത അഗ്നിബാധയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് അവർക്ക് തികച്ചും ബോധ്യമുണ്ട്. തങ്ങളുടെ ഗതകാല ജീവിതത്തിൻ്റെ വ്യക്തമായ ചരിത്രം നിരുച്ഛ്വാസമായിരിക്കുന്ന ശബ്ദത്തിൽ അവൾ കൃഷ്ണനെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. ശ്രീമതി കുന്തി പറഞ്ഞു, പ്രിയപ്പെട്ട കൃഷ്ണ, ഞങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായി നീ എൻ്റെ സഹോദരനായിരിക്കുന്ന അക്രൂരനെ ഇങ്ങോട്ട് അയച്ച ആ ദിവസം ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു. ഇതിൻ്റെ അർത്ഥം നീ സ്വയം ഞങ്ങളെക്കുറിച്ച് സദാ സ്മരിക്കുന്നു എന്നാണ്. അക്രൂരനെ ഇങ്ങോട്ട് അയച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആപത്തൊന്നും വരാനുള്ള സാധ്യതയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞങ്ങൾ അരക്ഷിതരല്ലെന്ന് എനിക്ക് ദൃഢവിശ്വാസം ഉണ്ടാകുകയും ചെയ്തു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളായിരിക്കുന്ന കുരുക്കൾ പലതരത്തിലുള്ള അപകടാവസ്ഥയിൽ ഞങ്ങളെ പെടുത്തിയേക്കാം. എന്നാൽ നീ ഞങ്ങളെ ഓർമ്മിക്കുകയും ഞങ്ങൾ സുരക്ഷിതരാണെന്ന് സദാ ഉറപ്പുവരുത്തുകയും ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിന്നെക്കുറിച്ച് ചിന്തിക്കുക എങ്കിലും ചെയ്യുന്ന ഭക്തന്മാർ എന്നും സർവവിധമായിരിക്കുന്ന ഭൗതിക വിപത്തുകളിൽ നിന്ന് വിമുക്തനായിത്തീരും. അപ്പോൾ പിന്നെ സദാ വ്യക്തിപരമായി തന്നെ നിന്റെ സ്മരണയുള്ള ഞങ്ങളുടെ കാര്യം എന്തു പറയാൻ? അതിനാൽ കൃഷ്ണ, ഇവിടെ ദൗർഭാഗ്യത്തിൻ്റെ പ്രശ്നമേ ഇല്ല. നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കൊന്നും എന്നും മംഗളം തന്നെ. എന്നാൽ ഞങ്ങളോട് ചില സവിശേഷമായ ആനുകൂല്യങ്ങൾ കാണിക്കുന്നതിനാൽ നീ ചിലർക്ക് അനുകൂലമായി പക്ഷഭേദം കാണിക്കുകയും മറ്റു ചിലർക്കാരുടെ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാനിട വരുത്തരുത്. അപ്പോൾ പാണ്ഡവരോട് സ്വപക്ഷപാതം എന്ന ഭാവനയിലാണ് മറ്റുള്ളവർ ശ്രീകൃഷ്ണനെ കാണുന്നത്. ഭഗവാൻ എപ്പോഴും ധർമ്മത്തിൻ്റെ ഭാഗത്താണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ ഭൗതികമായിട്ടോ ആത്മീയമായിട്ടോ സ്മരിക്കുന്നവർക്ക് രക്ഷാകവചമായിട്ട് മാറുന്നതാണ് അന്നും ഇന്നും എന്നും നാം ഓർമ്മിക്കേണ്ടത്. ഭഗവാനെ സ്മരിക്കുന്നവർക്ക് ജീവിതം തന്നെ ആപത്ത് നിറഞ്ഞതാണ്. ദുരിതങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിൽ വന്ന് ജനിച്ചത്. പക്ഷേ ആ ആപത്തുകളെയൊക്കെ നിഷ്കരണം തരണം ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഈശ്വര സ്മരണ നിലനിർത്തുന്നവർക്ക് അനായാസേന അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കും എന്നാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നർത്ഥം. അങ്ങനെയുള്ള വേർതിരിവ് കാണിക്കുകയല്ലേ നീ?
മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ തോന്നുന്ന വിധത്തിൽ പ്രവർത്തിക്കരുത് എന്നുകൂടി കുന്തിദേവി പറയാണ്. ആരോടും നിനക്ക് പ്രത്യേക മമതയൊന്നുമില്ല, ആരോട് നിനക്ക് ശത്രുതയുമില്ല. പരമദിവ്യ പുരുഷോത്തമൻ എന്ന നിലയിൽ നിനക്ക് എല്ലാവരോടും സമഭാവനയാണ്. പക്ഷേ മറ്റുള്ളവർ അങ്ങനെയല്ല കണക്കാക്കുക. അജ്ഞത അവിദ്യാദോഷത്തിൻ്റെ ഫലമായിട്ട് അവരൊക്കെ തെറ്റിദ്ധാരണയ്ക്ക് തെറ്റിദ്ധാരണ ദൃഷ്ടിയോടെയാണ് നിന്നെ കാണുന്നതും. നിന്റെ പ്രത്യേക സംരക്ഷണം എല്ലാവർക്കും ലഭിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എല്ലാവരോടും സമഭാവന ഉള്ളതാണെങ്കിലും നിന്നെ സദേ സ്മരിക്കുന്ന ഭക്തന്മാരോട് നിനക്ക് പ്രത്യേകമായ അനുഭാവം ഉണ്ടെന്നുള്ളതാണ് സത്യം. പക്ഷപാതമില്ല, സമഭാവന എന്ന് പറഞ്ഞാലും ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് പ്രിയപ്പെട്ട ഭക്തർ ആരൊക്കെയാണെന്ന് ഭഗവാൻ തന്നെ കൃത്യം പറയുന്നുണ്ട്. അതായത് നമ്മളാണെങ്കിലും പ്രാക്ടിക്കൽ തലത്തിൽ അച്ഛനമ്മമാരെ മക്കളെ വളർത്തുമ്പോൾ തന്നെ അച്ഛനും അമ്മയും പറഞ്ഞ് കേട്ട് നടക്കുന്ന ആ ഇംഗിതമനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരോട്, അത് മക്കൾക്കാണെങ്കിലും അച്ഛനോടോ അമ്മയോടോ അവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നവരോട് ഇഷ്ടം കൂടുക. എത്ര പക്ഷപാതം ഇല്ലെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവരോട് പ്രത്യേക താല്പര്യം ഉണ്ടാവും. അതേ ഭാവം തന്നെ ഈശ്വരനും ഉണ്ടെന്നർത്ഥം. എത്രയൊക്കെ സമഭാവന പക്ഷപാതമൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും ഭഗവാന്റെ അനന്യ ഭക്തരായിട്ടുള്ളവരോട് ഭഗവാന് പ്രത്യേക മമതയുണ്ട്, പ്രിയമുണ്ട്. എനിക്ക് ഏറ്റവും അത്യന്തം പ്രിയമായിട്ടുള്ളവർ ആരാണെന്നൊക്കെ ഭഗവാൻ കൃത്യമായിട്ട് ഭക്തിയോഗത്തിൽ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്. ആ ശ്രദ്ധയോടെ ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ ആരാണോ അനുവർത്തിക്കുന്നത് അവരോട് അത്യന്തം പ്രിയമാണെന്ന് പറയുന്നുണ്ട്. അപ്പം എത്ര പക്ഷപാതമില്ല എന്ന് പറഞ്ഞാലും തന്നെ സ്മരിക്കുന്ന ഭക്തന്മാരോട് പ്രത്യേകമായ അനുഭാവം ഉള്ളതാണ് സത്യം. അതുതന്നെയാണ് കുന്തിദേവിയും പറയുന്നത്. പ്രേമത്തിൻ്റെ ബന്ധത്തിലൂടെയാണ് നിനക്ക് ഭക്തന്മാരുള്ള ബന്ധം. നീ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു. അതേസമയം എപ്പോഴും നിന്നെ സ്മരിക്കുന്ന ഭക്തന്മാരോട് അതിനനുസരണമായിട്ട് നീ പ്രതികരിക്കുകയും ചെയ്യും. എല്ലാ മക്കളോടും ഒരുപോലെ വാത്സല്യമുള്ള അമ്മ തന്നെ മാത്രം ആശ്രയിക്കുന്ന കുട്ടിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കും എന്നതിൽ സംശയമൊന്നുമില്ല. എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന കൃഷ്ണ, നിന്റെ നിർമ്മല ഭക്തന്മാർക്ക് നീ സദാ മംഗളം അരുളുന്നു എന്നത് എനിക്കുറപ്പാണ്. സർവ്വലോകങ്ങളിലുമുള്ള അഖില ജനങ്ങളുടെയും സുഹൃത്തായിരിക്കുന്ന പരമ ദിവ്യ പുരുഷോത്തമനായിട്ടാണ് രാജ യുധിഷ്ഠിരനും ഭഗവാനെ പ്രകീർത്തിച്ചത്. അതേസമയം കൃഷ്ണൻ പാണ്ഡവർക്ക് പ്രത്യേക സംരക്ഷണം നൽകുന്നതിൽ യുധിഷ്ഠിരൻ പറഞ്ഞു, പ്രിയപ്പെട്ട കൃഷ്ണ, നിന്റെ കാരുണ്യ അതിരേകത്തിനും അനുഗ്രഹത്തിനും പാത്രമാക്കാൻ തക്ക എന്ത് പുണ്യകർമ്മങ്ങളാണ് ഞങ്ങൾ പൂർവ്വജന്മങ്ങളിൽ ചെയ്തിട്ടുള്ളതെന്ന് അറിയുന്നില്ല. അങ്ങയെ കിട്ടാൻ വേണ്ടിയിട്ട് സദാ ധ്യാനനിഷ്ഠരായിട്ട് കഴിയുന്ന മഹായോഗികൾക്ക് പോലും ഇത്തരം അനുഗ്രഹങ്ങൾ നേടാൻ കഴിയുന്നില്ല. നിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പാത്രമാകാനും അവർക്ക് സാധിക്കുന്നുമില്ല. ഞങ്ങളോട് നീ ഇത്രയധികം കാരുണ്യം കാണിക്കാൻ എന്താണ് കാരണമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ യോഗികളല്ല, മറിച്ച് ഭൗതിക മാലിന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുമാണ് താനും. രാഷ്ട്രീയ ലൗകിക കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഗൃഹസ്ഥാശ്രമികളാണ് ഞങ്ങൾ. നീ ഞങ്ങളോട് ഇത്രയധികം കാരുണ്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. യുധിഷ്ഠിരൻ്റെ അഭ്യർത്ഥന അനുസരിച്ചുകൊണ്ട് വർഷകാലത്ത് 4 മാസം ഹസ്തിനാപുരത്ത് തന്നെ താമസിക്കാമെന്ന് കൃഷ്ണൻ സമ്മതിച്ചു. വർഷകാലത്തെ 4 മാസത്തിന് ചാതുർമാസ്യം എന്നാണ് പറയുന്നത്. സഞ്ചാരികളായിട്ടുള്ള പ്രബോധകരും ബ്രാഹ്മണരും ഈ കാലയളവിൽ എവിടെയെങ്കിലും തങ്ങി തീവ്രമായ വ്രതാനുഷ്ഠാനങ്ങളിൽ നിരതരാകുകയാണ് പതിവ്. കാരണം വർഷകാലത്തിൽ പുറത്തിറങ്ങാൻ മേല. അതുകൊണ്ട് എവിടെയെങ്കിലും 4 മാസത്തെ ആ വർഷകാലം മുഴുവൻ ഈശ്വരസ്മരണയായിട്ട് കഴിയുന്ന ഒരു സംസ്കാരം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അത് ഗൃഹസ്ഥന്മാരായിരുന്നാലും ബ്രാഹ്മണരും പ്രത്യേകിച്ചും ഈ സഞ്ചാരികളായിട്ടുള്ള തീർത്ഥാടകരും യോഗികളും സന്യാസിമാരും ഒക്കെ ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ഈ 4 മാസക്കാലം പോകാതെ കുടുംബത്തിൽ തന്നെ ഈശ്വരോപാസനയോടുകൂടി സ്വസ്ഥമായി കഴിയുക എന്നുള്ളതാണ്. കൃഷ്ണൻ എല്ലാത്തരം നിഷ്ഠകൾക്കും അങ്ങനെ കൃഷ്ണൻ ഹസ്തിനാപുരത്ത് വന്നെങ്കിലും 4 മാസം വർഷകാലമായതുകൊണ്ട് 4 മാസം ഇവരോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു. കൃഷ്ണൻ എല്ലാത്തരം നിഷ്ഠകൾക്കും അതീതനാണെങ്കിലും പാണ്ഡവരോടുള്ള വാത്സല്യം മൂലം ഹസ്തിനാപുരത്ത് തന്നെ താമസിക്കാമെന്ന് സമ്മതിച്ചു. കൃഷ്ണൻ്റെ ഈ ഹസ്തിനാപുരവാസം നഗരത്തിലെ പൗരന്മാർക്ക് ഇടയ്ക്കിടെ അദ്ദേഹത്തെ കാണാനുള്ള പ്രത്യേക ആനുകൂല്യം പ്രദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഭഗവാനെ നേർക്ക് നേർ കണ്ട്
അവർ അതീന്ദ്രിയ ആനന്ദത്തിൽ 4 മാസത്തോളം മുഴുകി. ഇങ്ങനെ പാണ്ഡവരുടെ കൂടെ താമസിക്കുന്ന കാലത്ത് കൃഷ്ണൻ അർജുനനുമൊത്ത് വനത്തിൽ നായാടിന് പോയിരുന്നു. ഇരുവരും ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള തേരിലേറി. അർജുനൻ്റെ സ്വന്തം തേരിൽ എപ്പോഴും ഹനുമാന്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള കൊടി പറപ്പിക്കാറുണ്ട്. അതിനാൽ അദ്ദേഹത്തിന് കപിധ്വജൻ എന്ന പേരും ലഭിച്ചു. വാനന്മാരിൽ പ്രമാണിയാണല്ലോ ഹനുമാൻ. അതിനാൽ കപി എന്നതിന് ഹനുമാൻ എന്ന അർത്ഥവ്യാപ്തി കൈവന്നു. കപി എന്നാൽ ഹനുമാൻ, ധ്വജം എന്നാൽ കൊടി. ഉന്നം പിഴയ്ക്കാത്ത അമ്പുകളും വില്ലുമായിട്ടാണ് അർജുനൻ വനത്തിലേക്ക് പുറപ്പെട്ടത്. അനേകം മൃഗങ്ങളെ വേട്ടയാടി വധിക്കേണ്ടതുണ്ടായിരുന്നതിനാൽ അതിന് യോജിച്ച സുരക്ഷാവസ്ത്രങ്ങളായിരുന്നു അണിഞ്ഞിരുന്നത്. ധാരാളം കടുവകളും മാനുകളും മറ്റു പലതരം മൃഗങ്ങളുമുള്ള പ്രദേശം നോക്കിയാണ് അർജുനൻ കാട്ടിൽ പ്രവേശിച്ചത്. അർജുനനോടൊത്ത് വേട്ടയാടാൻ കൃഷ്ണൻ കാട്ടിൽ കടന്നില്ല. കാരണം അദ്ദേഹത്തിന് ഇത്തരം പരിശീലനങ്ങളൊന്നും ആവശ്യമില്ല. അദ്ദേഹം സ്വയം പര്യാപ്തനാണ്. അർജുനൻ എങ്ങനെയാണ് വേട്ടയാടുന്നത് അറിയാൻ അദ്ദേഹത്തിന് ഒരാഗ്രഹമുണ്ടായിരുന്നു. കാരണം പിൽക്കാലത്ത് അർജുനൻ പല ശത്രുക്കളെയും വധിക്കേണ്ടി വരും. വനത്തിൽ കടന്ന് അർജുനൻ കടുവ, പന്നി, കാട്ടുപോത്ത്, ഗവയം, അതായത് ഒരു ഇനം കാട്ടുമൃഗം, കണ്ടാമൃഗം, മാൻ, മുയൽ, പുള്ളിമാൻ, മുള്ളൻ പന്നി തുടങ്ങിയ അനേകം മൃഗങ്ങളെ അമ്പെയ്തു വധിച്ചു. ചത്ത മൃഗങ്ങളെ യാഗത്തിന് അർപ്പിക്കാൻ കൊള്ളാവുന്നവയെ സേവകന്മാർ വഴി ദുഷ്ടന് എത്തിച്ചു കൊടുത്തു. കടുവ, കാണ്ടാമൃഗം തുടങ്ങിയ ഹിംസജന്തുക്കളെ കൊന്നത് വനത്തിൽ ശല്യം കുറയ്ക്കാനാണ്. വനവാസികളായിട്ടുള്ള അനേകം താപസന്മാരും സന്യാസികളും ഉള്ളതിനാൽ താമസത്തിന് അനുരൂപമായ വിധത്തിൽ വനത്തിൽ ശാന്തമായ അന്തരീക്ഷം നിലനിർത്തേണ്ടത് ക്ഷത്രിയൻ്റെ ധർമ്മമാണ്. അപ്പോൾ പണ്ടുകാലത്ത് കാട്ടിലാണെങ്കിലും വന്യമൃഗങ്ങളുടെ ശല്യം അധികമായി കഴിഞ്ഞാൽ അവിടെയാണ് കൂടുതലും മുനികളും ഋഷികളും ഒക്കെ വസിക്കുന്നത്. അവർക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ക്ഷത്രിയരെ നായാട്ട് നടത്തി വന്യമൃഗങ്ങളെ കൊന്നിരുന്നു. പിന്നെ യുദ്ധത്തിൻ്റെ ഒരു പരിശീലനം, തൻ്റെ ജീവനെ രക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രയത്നത്തിൻ്റെ പരിശീലനമാണ് നായാട്ടിലൂടെ ഉണ്ടായിരുന്നത് എന്നും സൂചിപ്പിക്കുന്നു. ഇതിൽ അന്നൊക്കെ യാഗങ്ങളിലൊക്കെ ബലിമൃഗങ്ങളെ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് യാഗത്തിന് പറ്റിയ മൃഗങ്ങളെ കൊന്നാൽ അത് യുധിഷ്ഠിരന് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെയാണ് ക്ഷത്രിയൻ്റെ ധർമ്മം എന്ന് കാണിക്കാൻ കൂടിയാണ് ഈ ഭാഗം പറയുന്നത്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം നയനമാർക്കേണ ഹേമഗീശാഗോ ബ്രാഹ്മണേഭ്യ ശുഭനിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.